ഞങ്ങളുടെ ഫാമിൽ ചെയ്യുന്ന പച്ചക്കറി കൃഷി ഞങ്ങൾ പ്രധാനമായും ചെയ്യുന്ന കൃഷിയാണ് ചീര കൃഷി. ഏകദേശം എല്ലാ സീസണിലും ഞങ്ങൾക്ക് ചീര വിൽക്കാനുണ്ടാകും. അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. ഏകദേശം നല്ല ലാഭകരമായി ഞങ്ങൾ ചെയ്യുന്ന പച്ചക്കറി കൃഷിയും ചീര തന്നെയാണ്. ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഞങ്ങൾക്ക് ചീരയിലൂടെയാണ്. ഇപ്പം ഈ ഭാഗത്തുള്ള ചീരയാണ് ഇന്ന് വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. പച്ചയും ചുവപ്പും ഇടകലർന്നാണ് ചീര ഉണ്ടായിട്ടുള്ളത്. നമ്മളിവിടെ കൂടുതലായിട്ട് പോകുന്നത് ഇതുപോലെയുള്ള പച്ചയും ചുവപ്പുമാണ്. വടക്കൻ കേരളത്തിൽ കൂടുതലായി പോകുന്നതാണ് ഇങ്ങനത്തെ പച്ചച്ചീരയും അതിന്റെ തന്നെ ചുവപ്പും. അധികം ചുവപ്പല്ല ഇത്. എന്നാൽ തെക്കൻ കേരളത്തിൽ കൂടുതൽ പോകുന്നത് കടും റെഡ് ചീരയാണ്. ആ ചീരകൾ നമ്മുടെ ഈ ഭാഗത്ത് അധികം ഡിമാൻഡ് കുറവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലായിട്ടും ഇതുപോലെ തന്നെ പച്ചയും അധികം ചുവപ്പല്ലാത്ത ഒരു ഇളത്തരം ചുവപ്പാണിത്. ഇങ്ങനത്തെ ചുവപ്പും കൃഷി ചെയ്യുന്നത്. മറ്റെല്ലാ പച്ചക്കറി കൃഷി നമ്മൾ ചെയ്യുമ്പോഴും വിളവെടുപ്പിന് മുന്നായിട്ട് 1-2 തവണ മരുന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും, കേടുകളെല്ലാം സംഭവിച്ചിട്ട്. എന്നാൽ ചീരയ്ക്ക് ഞങ്ങൾ ബയോഗ്യാസിന്റെ സ്ലറി വളമായി കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിളവെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ പുഴുവിന്റെ മറ്റു ശല്യങ്ങളൊക്കെ വളരെ കുറവാണ്. പെട്ടെന്ന് വിളവെടുത്ത് പോകുന്നതുകൊണ്ട് അവയ്ക്ക് കേടുകളൊന്നും വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് വിളവെടുപ്പ് കഴിയാണ്. ദിവസവും 10 കിലോയ്ക്ക് അടുത്ത് ചീര ഇപ്പോൾ ഞങ്ങൾ വിളവെടുക്കുന്നുണ്ട്. നോമ്പായതുകൊണ്ട് കുറച്ചുകൂടി ചീരയ്ക്ക് ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് ആവശ്യക്കാർ കൂടുതലായിട്ട് നമ്മുടെ ഫാമിൽ വന്ന് ചീരകൾ വാങ്ങിച്ചു പോകാറുണ്ട്. ഈ കാണുന്ന ചീരകൾ ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ചീരകളാണ്. എന്നാൽ ഇതിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് പറിച്ചെടുക്കാനുണ്ട്. അതിപ്പോൾ ഇന്ന് പറിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഇതിനുള്ള നല്ല ചീരകളൊക്കെ ഒന്ന് പറിച്ചെടുക്കും. ബാക്കിയുള്ളത് ഇപ്പോൾ നല്ല രീതിയിൽ പൂത്ത് വന്നിട്ടുണ്ട്. പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ചീരയുടെ വിളവെടുപ്പ് നിർത്തിവെക്കും. ഇതൊക്കെ കൂടുതലായി പൂത്തത് കൊണ്ട് ഇനി ഇതിൽ നിന്നൊന്നും അങ്ങനെ ചീരകൾ പറിച്ചെടുക്കുന്നില്ല. ഇനി ചെയ്യാൻ പോകുന്നത് ഒരാഴ്ചയെങ്കിലും ഈ ചീര നമ്മൾ വിളവെടുക്കാതെ ഇതുപോലെ വെക്കും. എന്നിട്ട് ഇതിന്റെ വിത്തുകളെല്ലാം മൂപ്പായി താഴെ വീണതിന് ശേഷം നമ്മൾ ഇത് വെട്ടി പശുക്കൾക്ക് തീറ്റയായി കൊടുക്കും. ഏകദേശം ഒരു 50% വിത്തുകളെങ്കിലും ഇവിടെ താഴെ വീണുപോകും. ഇങ്ങനെ വീഴുന്ന വിത്തുകൾ ഇവിടെ തന്നെ നമ്മൾ മണ്ണ് വീണ്ടും കിളച്ചു കഴിഞ്ഞാൽ മുളച്ചു വരുന്നതാണ്. പശുക്കൾക്ക് കൊടുക്കും. ബാക്കിയുള്ളതെല്ലാം നമ്മൾ പശുക്കൾക്കാണ് കൊടുക്കുന്നത്. വെട്ടിയിട്ട് ചെടി മൊത്തമായിട്ട് വെട്ടിയിട്ട് പശുക്കൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുന്നത് പശുവിന്റെ ചാണകം വഴി നമ്മൾ ബയോഗ്യാസിന്റെ പ്ലാന്റിലോട്ട് പോകും. അത് സ്ലറിയായിട്ട് നമ്മൾ എവിടെ പമ്പ് ചെയ്യുന്നു അവിടെയൊക്കെ അതിൽ നിന്നുള്ള വിത്തുകൾ മുളച്ച് ധാരാളം ചീരകൾ അവിടെയും മുളക്കുന്നതാണ്. അത് നമ്മൾ ഈ ചീരക്കന്നെ ഇവിടെ ക്ലിയർ ചെയ്ത ചീരക്കന്നെ സ്ലറി അടിക്കുമ്പോൾ ബാക്കിയുള്ള വിത്തുകളോടെ വന്ന് ഇവിടെ മൊത്തത്തിൽ മുഴുവനായിട്ടും ചീരകളായിട്ട് മുളച്ചു വരാറാണ് ചെയ്യാറുള്ളത്. ഇതൊക്കെ നമ്മളിപ്പോൾ പുതിയതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പുതിയ തെളുപ്പ് വന്ന ചീരകളാണ്. നമ്മൾ ചീര കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം തണ്ട് ഉണ്ടാവില്ല. നമ്മളിതാ ഇതുപോലെയുള്ള തണ്ട് കുറവായിരിക്കും നമ്മൾ കൊടുക്കുന്ന ചീരയ്ക്ക്. അപ്പോൾ നമുക്ക് മാക്സിമം ഇപ്പോൾ 1 കിലോയുടെ കെട്ടാക്കുകയാണെങ്കിൽ മാക്സിമം ക്വാണ്ടിറ്റി ഉണ്ടാവും നമ്മുടെ ചീരയ്ക്ക്. അതിങ്ങനെ തളർത്ത് വരുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഉള്ളുന്നതുകൊണ്ടാണ്. നമ്മൾ ഒരു ദിവസം വിട്ട് ചീര വിളവെടുപ്പ് നിർത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ചീരയിൽ പൂ വന്നു പോകും. അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ വിളവെടുത്തില്ലെങ്കിൽ ചീരയിൽ സംഭവിക്കുന്ന പെട്ടെന്ന് പൂത്തു പോകുന്നതാണ്. ചീരയുടെ ചെടി മൂപ്പാവുന്നത് കൊണ്ടല്ല ഇതുപോലെ പൂ വരുന്നത്. നമ്മൾ ഒന്നിടവിട്ട് കറക്റ്റ് വിളവെടുത്താൽ ഇങ്ങനെ പൂക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് അങ്ങനെ പൂത്തു വന്നാൽ അതൊക്കെ ഒന്ന് നുള്ളി കളഞ്ഞിട്ട് ആ കമ്പ് ഇതുപോലെ തന്നെ നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പുതിയൊരു സ്ഥലം കിളച്ചിട്ടപ്പോൾ അവിടെ മുളച്ചു വന്ന ചീരകളാണ്. ഇതിൽ ഇവിടെ പച്ചയും ചുവപ്പും ഇടകലർന്നാണ് മുളച്ചിട്ടുള്ളത്. ഇതിനിപ്പോൾ ബയോഗ്യാസിന്റെ സ്ലറി പമ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2-3 ദിവസം കഴിഞ്ഞാൽ ഈ ചീരയും വിളവെടുക്കാനാവും. ഇപ്പം നമ്മൾ സ്ലറി ഇതുപോലെ അടിച്ചു കൊടുത്തുകൊണ്ട് ഇനി പെട്ടെന്നായിരിക്കും ചീര വളരുന്നത്. ഇപ്പോൾ ചെറിയ തൈകളായിരുന്നു, ഇനി ഞാൻ നമ്മൾ സ്ലറി അടിച്ചു കൊടുത്തു. അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ തൈകളെല്ലാം വളർന്നു വരുന്നുണ്ട്. 2-3 ദിവസം കൊണ്ട് ഈ ഭാഗത്തുള്ള ചീരകൾ നമുക്ക് വിളവെടുക്കാനാവും. ഈ സ്ഥലത്ത് ആദ്യം ചീരയായിരുന്നു നട്ടത്. അതിനുശേഷം പച്ചമുളകിന്റെ തൈകൾ വെച്ചു. അപ്പോൾ നമ്മൾ മണ്ണുകളെല്ലാം ഇളക്കി പച്ചമുളകിന്റെ തൈകൾ നടാനായിട്ട് അവിടെയും ഇതുപോലെ തന്നെ ചുവപ്പ് ചീരകൾ ധാരാളം മുളച്ചു വരുന്നുണ്ട്. ഇവിടെ പച്ചച്ചീര കുറവാണ്, ചുവപ്പാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ട് മുളച്ചു വരുന്നത്. ഇതുപോലെ അടുത്ത സ്ഥലത്ത് വീണ്ടും ആവും. ഇതിനിപ്പോൾ സ്ലറി അടിച്ചിട്ടില്ല. നമ്മൾ ആദ്യം തൊട്ട മുന്നേ കാണിച്ചത് വിളവെടുത്തതിന് ശേഷമാണ് ഇവിടെ മുളകിന് സ്ലറി അടിച്ചു കൊടുക്കും. ആ സ്ലറി കിട്ടുമ്പോൾ ഏകദേശം ഈ ചീരകളും നല്ല രീതിയിൽ പൊന്തി വരും. ഇവിടെയും നമ്മൾ മുന്നേ ചീര നട്ടൊരു സ്ഥലമായിരുന്നു. ചീരകളെല്ലാം വെട്ടി പശുക്കൾക്ക് കൊടുത്തു. മൂപ്പായതിനു ശേഷം പശുക്കൾക്ക് കൊടുത്തതിന് ശേഷം മണ്ണ് ഇളക്കിയിട്ടപ്പോൾ മുളച്ച ചീരകളാണ്. പച്ചയും ഉണ്ട്, അതുപോലെ തന്നെ ചുവപ്പും ഉണ്ട്. ഇതൊക്കെ നമ്മൾ പാവിയ പോലെ തന്നെ മുളച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ പാവിയതല്ല, വെറുതെ തന്നെ ഈ മണ്ണിൽ കിടന്ന് മുളച്ചതാണ്. ഇതിനിപ്പോൾ ഒരു വട്ടം സ്ലറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 3-ാം ഘട്ടമായിട്ട് നമുക്ക് വിളവെടുക്കാനാണ്. ആദ്യം ഘട്ടം കഴിഞ്ഞു, 2ാമത്തെ ഘട്ടം, ഇത് 3ാമത്തെ ഘട്ടത്തിൽ നമുക്ക് വിളവെടുക്കാൻ കഴിയുന്ന ചീരയാണ്. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ചീര നല്ല രീതിയിൽ പൊന്തി വന്നാൽ നമുക്ക് വിളവെടുക്കാം. അതിന് മുന്നേ ആയിട്ട് 1-2 തവണയും കൂടി നമുക്ക് ഇതിന് സ്ലറി അടിച്ചു കൊടുക്കണം. ഞങ്ങളുടെ ഫാമിലെ കോഴികളുടെ ഷെഡിനോട് ചേർന്നാണ് ഈ ചീര ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ കോഴികളെ പുറത്തു വിടുന്ന സമയത്ത് അതൊന്ന് കൊത്തി കഴിക്കാതിരിക്കാൻ നമ്മൾ ഇതുപോലെ ഗ്രീൻ നെറ്റ് കവർ ചെയ്തിട്ടാണ് ഈ ചീര സംരക്ഷിച്ചിട്ടുള്ളത്. ഈ കാണുന്ന ചീര റെയിൻ ഷെൽട്ടറിൽ ഉണ്ടായ പച്ചച്ചീരയാണ്. നമ്മൾ പുറത്തും അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് റെയിൻ ഷെൽട്ടറിൽ ചീര ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ സീസണിലും ചീര കൊടുക്കാൻ സാധിക്കുന്നത്. മഴക്കാലങ്ങളിലാണ് കൂടുതലായിട്ട് റെയിൻ ഷെൽട്ടർ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ വേനലിൽ തന്നെ കുറച്ച് ചീര നമ്മൾ റെയിൻ ഷെൽട്ടറിൽ ചെയ്ത് നോക്കിയതാണ്. അതും ധാരാളമായിട്ട് ചീര ഉണ്ടാവുന്നുണ്ട് ഇവിടെയൊക്കെ. ഇതിനൊക്കെ വളമായി കൊടുക്കുന്നത് ബയോഗ്യാസിന്റെ സ്ലറി തന്നെയാണ്. ഇതിനിപ്പോൾ 2 വട്ടം സ്ലറി അടിച്ചു കൊടുത്തിട്ടുണ്ട്.
ഒരു വട്ടം കൂടെ സ്ലറി അടിച്ചു കൊടുത്താൽ ഈ ചീരയും വിളവെടുക്കാൻ കഴിയുന്നതാണ്. ചീരയ്ക്ക് രാസവളങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇലകളൊന്നും ഇത്ര സോഫ്റ്റ് ഉണ്ടാവില്ല. തണ്ട് നല്ല വണ്ണം വെച്ചിട്ട് ഇലകൾ കുറച്ച് റഫായിരിക്കും. നമ്മൾ ബയോഗ്യാസിന്റെ സ്ലറി മാത്രം പമ്പ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടും നല്ല രീതിയിൽ നനച്ചു കൊടുക്കുന്നതുകൊണ്ടും വളത്തിനെക്കാട്ടും കൂടുതൽ ചീരയ്ക്ക് വേണ്ടത് നനവാണ്. നല്ല നനച്ചു കൊടുക്കുന്നതുകൊണ്ടും ചീരയുടെ ഇല എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ചീരയ്ക്കാണ് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുതൽ. മറ്റേത് നമ്മൾ യൂറിയ ഒക്കെ ഇട്ട് ചീര വളർത്തുകയാണെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള നനവും കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഇല നല്ല റഫായി പോകും. അതുകൊണ്ട് ആളുകൾ ഒരു വട്ടം വാങ്ങിച്ചാൽ പിന്നെ ആളുകൾ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ ചീര നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് എപ്പോഴും ആവശ്യക്കാർ നമ്മുടെ ചീര അന്വേഷിച്ച് തന്നെ നമ്മുടെ ഫാമിൽ വരാറുണ്ട്. ചീരയ്ക്ക് നല്ല ഡിമാൻഡ് വരാൻ തന്നെ കാരണം എല്ലാവരും ചീര കട്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് തണ്ട് കട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഒരു 1/2 കിലോ ചീര വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് ചീര ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഞങ്ങളുടെ തണ്ട് വളരെ കുറവായിരിക്കും ഞങ്ങളുടെ ചീരയ്ക്ക്. ഇലകളാണ് ധാരാളമായി ഉണ്ടാവുക. അതുകൊണ്ട് 1/2 കിലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ധാരാളം ക്വാണ്ടിറ്റി ഉണ്ടാവും ഞങ്ങളുടെ ചീരയ്ക്ക്. അതുകൊണ്ട് ആവശ്യക്കാർ കൂടുതൽ ഞങ്ങളുടെ ഫാമിൽ എത്തുന്നത് ഞങ്ങളുടെ ചീരയുടെ ക്വാളിറ്റി ഇങ്ങനെ കണ്ടുകൊണ്ടാണ്. ചീരകൃഷി ചെയ്യുന്നത് ആദ്യം ഉണ്ടായ സ്ഥലത്ത് ആ വിത്തുകൾ വീണ് അവിടെ മണ്ണ് വീണ് കിളച്ചു കൊടുത്ത് അങ്ങനെയാണ് ചീരകൾ ഉണ്ടാവുന്നത്. ഇതുപോലെയുള്ള വിത്തുകൾ ഞങ്ങൾ പാവി കൊടുത്തല്ല ചീര ഉണ്ടാക്കുന്നത്. വിത്തിന് ആരെങ്കിലും ആവശ്യക്കാർ ഞങ്ങളുടെ ഫാമിൽ വരികയാണെങ്കിൽ ഇതുപോലെയുള്ള ചീരയുടെ വിത്ത് ചോപ്പിന്റെ ആയാലും പച്ചയുടെ ആയാലൊക്കെ മൂപ്പായ വിത്തുകൾ നമ്മൾ അവർക്ക് പറിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് കൊണ്ടുപോയി കൃഷി ചെയ്യാം. ഞങ്ങൾ ഇതുപോലെ വിത്ത് പറിച്ച് അതിന്റെ വിത്ത് പാവി ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾക്ക് ഇതുപോലെ വിത്ത് വീണാണ് ഞങ്ങളുടെ ഫാമിൽ എല്ലാ സ്ഥലത്തും ചീരകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ സമയത്തും എല്ലാ കാലാവസ്ഥയിലൊക്കെ ചീര കൃഷി ചെയ്യാൻ സാധിക്കുന്നത്. ഒരു തവണ കൃഷി ചെയ്ത സ്ഥലത്ത് ഇതുപോലെ വിത്തുകൾ വീണ് ചീരകൾ മുളയ്ക്കുന്നത് കൊണ്ടും നനച്ചു കൊടുക്കാനുള്ള സൗകര്യവും അതിന്റെ കൂടെ തന്നെ ബയോഗ്യാസിനെ സെറി പമ്പ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നത് കൊണ്ടാണ് വർഷം മുഴുവൻ ഞങ്ങളുടെ ഫാമിൽ ചീര വിളവെടുക്കാൻ സാധിക്കുന്നത്.